നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ലോക കേരള സഭയെക്കുറിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി. പ്രചരിപ്പിക്കുന്നത് നട്ടാൽ പൊടിക്കാത്ത നുണ. നുണപ്രചാരണം നടത്തുന്നവർ നാടിനെ അപമാനിക്കുകയാണെന്നും പിണറായി വിജയൻ. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് ന്യൂയോർക്കിൽ തുടക്കം. ഫൈസർ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നീക്കവുമായി AI ഗ്രൂപ്പുകൾ ഡൽഹിയിലേക്ക്. പുനഃസംഘടനയിൽ ഇടപെടില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ. ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ VD സതീശനും K മുരളീധരനും. കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ നടത്തിയിട്ട് എല്ലാ തരത്തിലും ജില്ലാതലത്തിൽ എല്ലാ നേതാക്കന്മാരുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി താരിഖ് അൻവർ കേരളത്തിലെത്തും. വിദ്യയുടെ വ്യാജരേഖക്കായി തെരച്ചിൽ. അന്വേഷണ സംഘം വിദ്യയുടെ കാസർകോട്ടെ വീട്ടിൽ പരിശോധന നടത്തി. വിദ്യയ്ക്ക് SFIയുമായി ബന്ധമില്ലെന്ന് മന്ത്രി P രാജീവ്. മഹാരാജാസ് കോളേജ് മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെയും കേസ്. 39 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ അയോഗ്യരാക്കി കേരള സർവകലാശാല. സിൻഡിക്കേറ്റ് തീരുമാനം കൗൺസിലർമാരുടെ പ്രായപരിധി കടന്നതിനാൽ. തെരഞ്ഞെടുപ്പ് ആൾമാറാട്ട കേസിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് പിഴ. 1.5 ലക്ഷം രൂപ ഈടാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനം. നിലപാട് കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ. ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ബഹിഷ്കരിക്കുമെന്ന് സാക്ഷി മാലിക്. ബ്രിജ്ഭൂഷണെതിരെ അന്താരാഷ്ട്ര ഗുസ്തി റഫറി ജഗബീർ സിംഗ്. തായ്ലൻഡിൽ നടന്ന മത്സരത്തിനിടെ വനിതാ ഗുസ്തി താരത്തെ ശല്യപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തൽ. വിമാനാപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കാണാതായ 4 കുട്ടികളെ കണ്ടെത്തി. കുട്ടികളെ ജീവനോടെ കിട്ടിയത് 40 ദിവസത്തിന് ശേഷം. മരിച്ച മുതിർന്നവരുടെ മൃതദേഹങ്ങളും കണ്ടെത്തി.